ഷാഫി പറമ്പിലിന്റെ വിജയം പാലക്കാട് മണ്ഡലത്തിലെ മൈനോറിറ്റി വോട്ടുകളുടെ കൺസോളിഡേഷൻ മൂലമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ആ കൺസോളിഡേഷൻ ഉണ്ടാവുന്നത് സന്ദീപിന്റെ വരവ് തടയും. ലീഗും SDP-യും ജമാഅത്തെയും പൂർണ്ണമായിട്ടും പിന്തുണ പ്രഖ്യാപിച്ചാൽ പോലും അണികളിൽ അത് വിശ്വാസമുണ്ടാക്കും. ഏറ്റവും രസകരമായ കാര്യം, വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ് ഒരുപാട് പള്ളികളിലേക്ക് 2 പള്ളികളിലേക്ക് ഓടിയെത്തുള്ള സമയം നോക്കിയാൽ നമ്മൾ എത്താം. അവിടെ SDP-യുടെ പ്രവർത്തകർ ലഘുലേഖ വിതരണം ചെയ്യായിരുന്നു. കോൺഗ്രസിനെ വിജയിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായി പറയുന്ന ലഘുലേഖ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ ചർച്ചയിലേക്ക് കൊണ്ടുവരണം. ആ ലഘുലേഖ വിതരണം ചെയ്ത പ്രവർത്തകരോട് കൈകുലുക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു, ഒരിക്കൽ നിങ്ങൾ പശ്ചാത്തപിക്കും. നിങ്ങൾക്ക് അന്ന് പ്രായശ്ചിത്തം ചെയ്യാൻ ഈ ജനാധിപത്യ ഇന്ത്യയിൽ അവസരമുണ്ടാകണമെങ്കിൽ അന്നും ഇടതുപക്ഷം വേണം. ഒരു ദിവസം തികഞ്ഞില്ല, ഒരു ദിവസം 24 മണിക്കൂർ തികഞ്ഞില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഇവിടുത്തെ മതേതര ബോധമുള്ളവർ, അതിലേക്ക് SDP-യെ ചേർത്ത് നിർത്താൻ പറ്റുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യം തന്നെയാണ്. മതേതര ബോധമുള്ള ഏതൊരു ന്യൂനപക്ഷ വോട്ടർക്കും ഏതൊരു വിശ്വാസിക്കും ചിലതൊന്നും പുറത്തു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ പുറത്തു കൊടുക്കാൻ പറ്റാത്തത് ആളുകളെ സ്വീകരിച്ചതിലൂടെ പാണക്കാട്ടേക്ക് പോയതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന രാഷ്ട്രീയത്തിനെ വില കുറച്ച് കാണാൻ എനിക്ക് തോന്നുന്നു. പാണക്കാട് കുടുംബത്തെയാണ് വില കുറയ്ക്കുന്നത് ഇതിലൂടെ. പാണക്കാട് കുടുംബത്തിന് കേരളത്തിന്റെ മതേതര ബോധത്തിൽ ഒരു സ്ഥാനമുണ്ടായിരുന്നു. ആ സ്ഥാനത്തെ ഇങ്ങനത്തെ കെട്ടിയാടലുകൾക്ക് വേണ്ടി വിധേയമാകുമ്പോൾ എനിക്ക് തോന്നുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഞാൻ മനസ്സിലാക്കിയ തങ്ങൾ കുടുംബങ്ങളുണ്ട്, മനസ്സറിഞ്ഞായിരിക്കണമെന്നില്ല ഇത് സ്വീകരിക്കുന്നത്. ആ ഖബറിൽ അന്തി ഉറങ്ങുന്നവരുണ്ട് പാണക്കാട്ടെ. അവർ, ഞാനത് എങ്ങനെയാ വൈകാരികമായി പറയാന്ന് പോലും എനിക്കറിയില്ല. അത് ന്യൂനപക്ഷ വോട്ടുകൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെന്നാണ്. ആശയക്കുഴപ്പമല്ല, ഏകപക്ഷീയമായി ഒരു കാരണം കൂടി കിട്ടിയിരിക്കുകയാണ്. അതൊരു പൊളിറ്റിക്കൽ ബ്ലണ്ടറാണ് സന്ദീപിനെ കൂട്ടി. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിക് ബ്ലൂപ്പർ. ഐ വിൽ നോട്ട് കോൾ ഇറ്റ് എ ബ്ലണ്ടർ, ഇറ്റ്സ് എ ബ്ലൂപ്പർ. അല്ല, അങ്ങനെ വരുമ്പോൾ നോക്കൂ, ഇപ്പോൾ അല്പം മുമ്പ് സരിൻ പറഞ്ഞല്ലോ, ഒരുപാട് രാഷ്ട്രീയ നാടകങ്ങൾ സംഭവിച്ചൊരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്ന്. അത്തരം നാടകങ്ങൾ കൊണ്ട് യഥാർത്ഥ രാഷ്ട്രീയം ജനങ്ങളോട് സംസാരിക്കാൻ കഴിയാതെ പോയൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണോ? താങ്കൾ അത് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് അഭിമുഖീകരിക്കുന്നുണ്ടോ ആ പ്രശ്നം? ചോദ്യം റെലവെന്റ് ആണ്. ഞാൻ കൺവേ ചെയ്യാൻ ജനങ്ങളുമായിട്ടുള്ള എൻ്റെ ഇവിടെ ഒപ്പിയെടുത്ത ഒരുപാട് റിപ്പോർട്ടർമാരുണ്ടല്ലോ ഇവിടെ. ഞാൻ ആളുകളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ വാക്കാണ്, ചെയ്യും എന്നുള്ള 2 അക്ഷരത്തിലുള്ള കുഞ്ഞു വാക്ക്. ചെയ്ത് കാണിക്കാനും ചെയ്തു തീർക്കാനുമുള്ള ഒരാളായി ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കണം എന്ന് ജനങ്ങളുടെ മുന്നിൽ പറയുമ്പോൾ 13.5 കൊല്ലം കൊണ്ട് ചെയ്യാൻ പറ്റാതെ പോയതൊക്കെ ചെയ്യാൻ ഒരു 1.5 കൊല്ലത്തെ മാൻഡേറ്റ് ആണ് ചോദിച്ചത്. പക്ഷെ ചർച്ചകൾ പ്രത്യേകിച്ച് ടെലിവിഷൻ ഫ്ലോറുകളിൽ ഇരുന്നും അല്ലാതെയും ഒക്കെ നടക്കുമ്പോൾ വിലയിരുത്തലുകൾ നടക്കുക മറ്റ് സംഭവവികാസങ്ങളുടെ പുറത്തായതുകൊണ്ട് നിർഭാഗ്യവശാൽ അത് ജനങ്ങളിലേക്ക് എത്തിയോ എന്നറിയില്ല. പക്ഷെ നമ്മുടെ പ്രചരണം ജനങ്ങളിലേക്ക് എത്തിയത്. സ്ഥാനാർത്ഥിക്ക് അഭിവാദ്യം. ഇറങ്ങാൻ പോവുകയാണ്. സരിനെ കാത്ത് റെഡ് വോളണ്ടിയേഴ്സ് നിൽക്കുകയാണ്. ചിഹ്നം ഇവിടെ ഉണ്ട്. ഡോക്ടറെ കഴുത്തുള്ള കുഴന്നാണ് ഞാൻ എഴുതാൻ പറഞ്ഞത്, പക്ഷേ അതിന്റെ ആംഗലേയ പദപ്രയോഗമാണ്. അകത്തേക്കല്ലേ വരിക? അവിടെ ഈ വളണ്ടിയർമാരെ വെള്ള ഷർട്ടും ചുവന്ന നൂറുകണക്കിന് ആളുകൾ അങ്ങനെ സരിൻ ജനസാഗരത്തിൽ അലിയാൻ വേണ്ടി പോയിരിക്കുന്നു.